നമസ്കാരം. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രദേശമാണ്, ഒരു പട്ടണമാണ് കൊടുങ്ങല്ലൂർ. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പട്ടണമാണത്. കൊടുങ്ങല്ലൂർ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ പേരിലാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ഭരണിയുടെ പേരിലാണ്. അവിടുത്തെ മീന ഭരണി മഹോത്സവം വളരെ പ്രശസ്തമാണ്. ഈ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കാവുതീണ്ടൽ എന്ന ചടങ്ങുണ്ട്. ഈ കാവുതീണ്ടൽ എന്ന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തുന്ന ഭരണിപ്പാട്ട് അഥവാ തെറിപ്പാട്ടും വളരെ അധികം പ്രശസ്തമാണ്. എല്ലാവർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു സംഗതി കൂടിയാണ് ഈ തെറിപ്പാട്ട്. എങ്ങനെ ഈ ഭരണിപ്പാട്ടുണ്ടായി, എന്തിനാണ് ഇത്രത്തോളം തെറി പറയുന്നത്, എന്താണ് ഇതിന് പിന്നിലെ ചരിത്രം, വിശ്വാസം, ഐതിഹ്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നവരും ഒരുപാടുണ്ട്. ഈ ഭരണിപ്പാട്ടിനെ പറ്റി കൃത്യം ഒരു വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് പറയേണ്ടി വന്നത് സാഹചര്യവശാൽ മാത്രമാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി. ഫേസ്ബുക്കിൽ ആരോ പങ്കുവെച്ച ഒരു വീഡിയോ ആണ്. പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ അതിലധികവും സ്ത്രീകളും വിദ്യാർത്ഥികളുമാണ്. വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. അത്രയും ആളുകളുള്ള ആ ബസ്സിൽ മദ്യപിച്ച് ഒരു ബോധവുമില്ലാതെ 2-3 ആളുകൾ, പുരുഷന്മാര് ഭരണിപ്പാട്ട് പാടുകയാണ്. ഭരണിപ്പാട്ട് പാടുകയാണ്. എന്താണ് ഈ ഭരണിപ്പാട്ടെന്ന് ഇവന്മാർക്കും അറിയുകയില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്വാമിയുടെ, ഒരു ആചാര്യൻ്റെ ഇൻ്റർവ്യൂ കാണാനിടയായി. അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ ഭരണിപ്പാട്ടിനെ പറ്റി. അപ്പോൾ പറയുകയാണ്, കൂടുതലും ഈ ഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നവരൊന്നും അല്ല ഭരണിപ്പാട്ട് പാടുന്നത്. എല്ലാവരും അടിച്ചമർത്തി വെച്ചിരിക്കുന്ന തങ്ങളുടെ ഉള്ളിലെ ഒരു വൈകാരികതയെ, അല്ലെങ്കിൽ ഒരു പുറത്ത് പ്രകടിപ്പിക്കാൻ എങ്ങും പറ്റാതെ കൊണ്ടു നടക്കുന്ന ഒരു മോശം വികാരത്തെ പ്രകടിപ്പിക്കാനുള്ള ഇടമായിട്ട് കൂടി ഭരണി മഹോത്സവങ്ങൾ കാണുന്നു എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനന്ന് വിശദമായിട്ട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പണ്ട് കാലത്ത് അധസ്ഥിത വർഗത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. കർഷകരുൾപ്പെടെയുള്ള ആളുകൾക്ക് തങ്ങൾ ഒരുപാട് അധ്വാനിച്ചാലും അതിന് വേണ്ട പ്രതിഫലം കിട്ടാതിരുന്ന അവസ്ഥ, ജീവിതത്തിൽ മറ്റ് ഒരു സന്തോഷങ്ങളും ഇല്ലാതിരുന്ന അവസ്ഥ. അപ്പോൾ അവരടിച്ചമർത്തി വെച്ചിരുന്ന അവരുടെ വികാരങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ദേഷ്യം, അവരുടെ രതി റിലേറ്റഡ് വികാരങ്ങളെല്ലാം അവർക്ക് പ്രകടിപ്പിക്കാൻ ദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഇത് പ്രകടിപ്പിച്ച് തീരുമ്പോൾ അവരുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന ഒരു വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ പോലും അന്നത്തെ കാലവുമായി വെച്ച് നോക്കുമ്പോൾ അത് കുറേയധികം ന്യായീകരിക്കപ്പെട്ടിരിക്കാം. പക്ഷേ ഇന്ന് കാലം മാറി, സമൂഹ വ്യവസ്ഥ മാറി, ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറി, കാലാവസ്ഥ, അന്തരീക്ഷമൊന്നും പഴയതല്ല. അപ്പോൾ കാലത്തിനനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മൾ ഇക്കാര്യങ്ങളിൽ കൊണ്ടുവരേണ്ടതില്ലേ എന്ന അഭിപ്രായം അന്നത്തേതുപോലെ തന്നെ ഇന്നും ഞാൻ ഉന്നയിക്കുകയാണ്. എനിക്ക് ശക്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഞാനും ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അപ്പോൾ നമ്മുടെ ചില വിശ്വാസത്തെയും ചില ആചാരങ്ങളെയും ഒക്കെ കണ്ട് തല കുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സാംസ്കാരികമായി അതിനെ ചിന്തിച്ചാലും എടുത്തു പരിശോധിച്ചാലും ഇതൊക്കെ മാറ്റേണ്ട കാലമായി. ഞാനൊരു ഇൻ്റർവ്യൂ കണ്ട കാര്യം പറഞ്ഞല്ലോ, ജനം ടി വിയിലൂടെയോ മറ്റോ ആണ് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടത്. അതിൽ ആചാര്യൻ വളരെ ബാലിശമായിട്ട് ഒരു ഉദാഹരണം പറയുന്നത് കേട്ടു. അതായത് മനഃശാസ്ത്രപരമായി ഈ തെറിപ്പാട്ടിനെ അദ്ദേഹം വിലയിരുത്തിയത് ഒരു ഉദാഹരണത്തിലൂടെയാണ്, മറ്റൊന്നുമല്ല. ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിയുടെ അടുത്ത് അവൻ്റെ സ്വന്തം അമ്മ എന്തെങ്കിലും മോശമായിട്ട് ചെയ്താൽ, അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താൽ തിരിച്ച് നീ പോടി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാറില്ലേ? ഉണ്ട്, അത് സത്യമാണ്. ആ ഒരു രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ അമ്മയാണ് കൊടുങ്ങല്ലൂർ അമ്മ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദേഷ്യം അമ്മയുടെ ഒന്ന് പറഞ്ഞു തീർക്കുക, വല്ലാതെ അങ്ങ് രോഷം കൊള്ളുക, തെറി പറയുക. അപ്പോൾ അതൊരു നിസാര കാര്യം പോലെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഒരു കൊച്ചുകുട്ടി അവൻ്റെ അമ്മയോട് അവൻ്റെ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് മോശം വാക്കുകൾ സംസാരിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ന്യായീകരിക്കാൻ പറ്റില്ല. അത് അവൻ്റെ അറിവില്ലായ്മയുടെ പുറത്ത് സംഭവിക്കുന്നതാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, കൊച്ചുകുട്ടിയായിരുന്നാൽ പോലും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതും സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ? അങ്ങനെ തന്നെയാണ്. പിന്നെ പഞ്ചമകാര പൂജയുമായി ബന്ധപ്പെടുത്തി, അതിലെ രതിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഇതിനെ വിലയിരുത്തുന്നുണ്ട്, നിർവചിക്കുന്നുണ്ട്. അതിലേക്കും ഞാൻ കടക്കുന്നില്ല. എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ ഒരു കാലത്ത്
ഇത്രയും ആളുകൾ ഇതിനെ ശ്രദ്ധിക്കുന്നു, ഇത്രയും ആളുകൾ ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, കുറേ ആളുകൾ ഇതിനെ മുതലെടുക്കുന്നു, കുറേ ആളുകൾ ചൂഷണം ചെയ്ത് ആ സമയം ഒരു ആനന്ദത്തിനായി കണ്ടെത്തുന്നു, അല്ലെങ്കിൽ മദ്യപിച്ച് ലക്കുകെട്ട് എന്തെങ്കിലുമൊക്കെ വായി വരുന്നതെല്ലാം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സമയത്തൊക്കെ വൃദ്ധന്മാരും വൃദ്ധകളും ഒക്കെ ഉള്ള സമയത്തൊക്കെ പറയാനുള്ള ഒരു സന്ദർഭമായി ഈ ഭരണിപ്പാട്ട് നടത്തുന്ന സമയത്തെ കാണുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ എനിക്കൊന്നും പറ്റാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ആ ബസ്സിൽ എന്തുമാത്രം കുട്ടികളുണ്ട്, എന്തുമാത്രം സ്ത്രീകളുണ്ട്, എല്ലാവരും ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണോ? അല്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് സ്ത്രീകളുടെ ലൈംഗികാവയവങ്ങളെ പറ്റിയും ലൈംഗികതയെ പറ്റിയും ഒക്കെ മാത്രമാണ് ഇവരിങ്ങനെ ഈ തെറിപ്പാട്ടിലൂടെ പുറത്തോട്ട് വിട്ടുകൊണ്ടേയിരിക്കുന്നത്? ഈ വിവരദോഷികൾക്ക് അറിയാമോ ഭരണിപ്പാട്ടെന്ന് പറഞ്ഞാൽ ദേവിക്ക് മുന്നിലാണ് പാടാനുള്ളതെന്ന്? അതിനെക്കുറിച്ചുള്ള വല്ല ബോധവുമുണ്ടോ? വെറുതെ എവിടെങ്കിലുമൊക്കെ ചെന്ന് റോഡിലൊക്കെ നടന്ന് വഴിയിൽ കൂടെ പോകുന്നവരെല്ലാം, കണ്ണിൽ കാണുന്നവരെല്ലാം തെറി പറയുകയാണ്. ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയെ അപ്പോൾ തന്നെ അതൊരു തെറിയാക്കി മാറ്റുകയാണ്. അങ്ങനെ അങ്ങ് പാടുകയാണ്. അനാവശ്യങ്ങൾ മാത്രം. അനാവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്തെ ഡിഗ്രി. തെറിയൊക്കെ പല ഡിഗ്രിയിൽ നമ്മൾ വിളിക്കാറുണ്ടല്ലേ? സാഹചര്യത്തിനും സന്ദർഭത്തിനും ഒക്കെ അനുസരിച്ച്, നമ്മുടെ വൈകാരികതയുടെ തീവ്രത അനുസരിച്ചൊക്കെ നമ്മൾ പല സമയത്തിലും പല തെറികൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങൾ, എൻ്റെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ ദേവി നീ കാണുന്നില്ലേ എന്നുള്ള ആ ഒരു രോഷം, അല്ലെങ്കിൽ ആ ഒരു വിഷമം രോഷമായി മാറുമ്പോൾ അതെനിക്ക് എൻ്റെ ദേവിയോട്, എൻ്റെ അമ്മയോട് പ്രകടിപ്പിക്കാൻ പറ്റും. അത് പ്രകടിപ്പിക്കേണ്ട രീതിയിലല്ലേ പ്രകടിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കുറേ വിശ്വാസികൾ ചിലപ്പോൾ എന്നെ എതിർത്തേക്കാം. അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ എന്തിനാണ് മാറുന്നത്, കാലമനുസരിച്ച് ഇതൊക്കെ മാറുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, വിശ്വാസം എന്നും വിശ്വാസമല്ലേ എന്ന്. പക്ഷേ ഇത് തീർച്ചയായിട്ടും സഹിക്കാനേ പറ്റുന്നില്ല. തോന്നിയാസമാണ് ഈ ബസ്സുകളിലൊക്കെ കയറി കിടന്ന് ഇങ്ങനെ പാട്ട് പാടുന്നതും വഴിയിൽ കൂടെ പോകുന്നവരെ തെറി വിളിക്കുന്നതും. അതിനെ തോന്നിയാസം, തെമ്മാടിത്തരം, പോക്കൃത്തരം എന്നുള്ള വാക്കുകളല്ലാതെ നിഘണ്ടുവിൽ വേറെ വാക്കുകളില്ല മലയാള ഭാഷയിൽ വിശേഷിപ്പിക്കാൻ. പിന്നെ ക്ഷേത്രത്തിലെ കാര്യം പറഞ്ഞതുകൊണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, യുക്തിക്ക് നിരക്കാത്ത ഒരു ദുരാചാരം എന്ന് പറയാം, VIP ക്യൂ. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ തൊഴാൻ വേണ്ടി ദൈവസന്നിധിയിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ പിടിച്ച് തള്ളി മാറ്റുന്ന കാഴ്ച, ബലം പ്രയോഗിച്ച് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന കാഴ്ച വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലും എല്ലാം നമ്മളത് കാണാറുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ, മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, അവർ കുറേ ദിവസം വ്രതം ഒക്കെ നോറ്റ് അവരൊന്ന് കാണാൻ വേണ്ടി, ഒരു ദർശനത്തിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടി തിരക്കിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ 2 സെക്കൻഡ് പോലും സമയം കൊടുക്കാതെ അവരെ തള്ളി മാറ്റുകയാണ്. അതേസമയം ഒരു VIP ക്യൂ എന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട്. VIP-കൾക്ക് വന്ന് നേരെ നിന്ന് എത്ര സമയം വേണമെങ്കിലും തൊഴുത് വിശദമായിട്ട് കണ്ടിട്ട് പോകാം. ഈശ്വരന് മുന്നിൽ സകലതും സമമാണ് എന്നൊരു ആശയം നിലനിൽക്കുമ്പോഴാണ്, എന്നതിൽ വിശ്വസിക്കുമ്പോൾ തന്നെയാണ് ഈ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ ഇത്തരം ദുരാചാരങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. ദൈവത്തിനെല്ലാം സമം എന്ന് പറയുമ്പോൾ മനുഷ്യനെന്നോ മൃഗമെന്നോ ഇരുമ്പെന്നോ മണ്ണെന്നോ തുരുമ്പെന്നോ ഒന്നും ഭേദമില്ലാത്ത ആ ദൈവത്തിന് മുന്നിലാണ് പ്രത്യേകിച്ച് VIP ക്യൂ. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ധനസമാഹരണത്തിന്, ഫണ്ട് പിരിവിന് ഒരു ചാൻസ് എന്നതിലുപരിയായിട്ട് യാതൊരു യുക്തിയും അതിലില്ല എന്നുള്ളത് സത്യം തന്നെയാണല്ലോ. വേറെന്ത് യുക്തിയാണ് ഉള്ളത്? വേറെന്ത് യുക്തി ആ ഒരു കാര്യത്തിലുള്ളത്? പൈസ കുറച്ച് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ ഇവരുടെ പവറിനെ നിങ്ങൾ താഴ്ന്നു നിന്ന് ബഹുമാനിക്കുന്നു, പ്രകടമാക്കുന്നു അവരോടുള്ള ബഹുമാനം അല്ലെങ്കിൽ വിധേയത്വം. അതിലുപരിയായിട്ട് എന്ത് യുക്തിയാണുള്ളത്? അവരുടെ സമയത്തിന് എന്തെങ്കിലും എക്സ്ട്രാ വിലയുണ്ടോ? സാധാരണക്കാരനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഭക്തിയുടെ അംശം അവരിൽ കൂടുതൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു VIP ക്യൂവിനെ ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരു തരത്തിലും പാടില്ല. ഇതിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിട്ടുള്ള ജനവികാരം ഉയരുന്നുണ്ട്. ഒരുപാട് സർവ്വസാധാരണക്കാർ ദിവസവും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ശബരിമലയിൽ നമ്മൾ കാണുന്നതാണ്. അവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വ്രതമെടുത്ത് മനുഷ്യർ വരുന്നു. കാലിൽ ഒരു ചെരുപ്പ് പോലും 41 ദിവസം ഇടാതെ അത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവർക്കൊക്കെ വ്രതം ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഈ വരുന്ന VIP-കൾക്ക് അവർക്ക് പെട്ടെന്നൊരു ദിവസം തോന്നുമ്പോൾ വരുന്നു, ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്നു, അവരെ വേണമെങ്കിൽ ചുമന്നുകൊണ്ട് ആളുകൾ പോകുന്നു, അവർ മുന്നിൽ ചെന്ന് നിന്ന് തൊഴുന്നു, അവർക്ക് പ്രസാദം കിട്ടുന്നു. അവർ ഒരു തിക്കും തിരക്കും ഒന്നും അറിയുന്നില്ല. ചിലപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് കൂടിയ ക്യൂയിൽ, ഇപ്പോൾ പഴനി ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ വന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ ചോദിക്കുകയാണ്, പൈസ തരാമെങ്കിൽ നേരിട്ട് ഇന്ന് കാണിക്കാം, 200, 300, 400 രൂപ. പക്ഷെ അതിലൊന്നും വിശ്വസിക്കാത്ത പണക്കാരുണ്ട്. പൈസ കയ്യിലുണ്ടായിട്ടും വേണ്ട,
ക്യൂ നിന്ന് ബുദ്ധിമുട്ടി എൻ്റെ ദൈവത്തെ എനിക്ക് കാണുന്നതാണ്, ഈശ്വര ദർശനം നടത്തുന്നതാണ് അതിൻ്റെ ശരി, അതാണ് എൻ്റെ സംതൃപ്തി, അതാണ് നേരായ മാർഗമെന്ന് വിചാരിക്കുന്ന ആളുകൾ പൈസ കൊടുക്കാതെ നേരിട്ട് പോകുന്നുമുണ്ട്. പിന്നെ സമയക്കുറവുള്ള മനുഷ്യരാണ് പൈസ കൂടുതൽ കൊടുത്ത്. ടൈമില്ല. ഈ സമയം പോലും, ജീവിക്കാൻ ശ്വാസം എടുക്കാൻ അനുവദിച്ച സമയം പോലും തന്ന ഈശ്വരനെ കുറച്ച് സമയം മെനക്കെട്ട് നിന്ന് ഒന്ന് കാണാൻ, അല്ലെങ്കിൽ പറയാനുള്ളത് പറയാൻ സമയമില്ല എന്ന യുക്തി. ആ യുക്തിക്ക് പിന്നിലെ യുക്തി എന്താണ്? ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രങ്ങളിലെ നിയമങ്ങളും മര്യാദകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഒരുപാട് പരിഷ്കാരങ്ങൾ. ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടി ആണ് ചെല്ലുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ ഏറ്റവും തിരക്കുള്ള ഇടമായിട്ട് മാറുകയാണ്. ഒരു സമാധാനമില്ല. അവിടെ ചെന്ന തിക്കും തിരക്കും ഇടിയും കൊണ്ട് നമ്മളാകെ വേർത്തൊലിച്ച് ഏറ്റവും ശുദ്ധിയോടെ കുളിച്ച് തൊടാനാണ് പോകുന്നത്. നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആകെ വേർത്ത് ശരീരം ആകെ അശുദ്ധമാക്കിയിട്ടാണ് നമ്മൾ ദൈവത്തെ അവിടെ ദർശിക്കുന്നത്, അല്ലേ? നേരത്തെയൊക്കെ ക്ഷേത്രകുളത്തിൽ കുളിച്ച് മുങ്ങി ഈറനോടുകൂടി തന്നെ തൊഴണം എന്നുള്ളതായിരുന്നു. അത്രത്തോളം ശുദ്ധിയോടെ, അത്രത്തോളം ഫ്രഷായിട്ടാണ് നമ്മൾ ദൈവത്തിന് മുന്നിൽ ചെന്ന് നിൽക്കേണ്ടത് എന്നതായിരുന്നു സങ്കല്പം. അങ്ങനെയാണ് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി കുളിച്ച് നമ്മൾ നല്ല സുഗന്ധമൊക്കെ പൂശി നമ്മൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അതിന് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുടിച്ച് ഇങ്ങനെയൊക്കെ തന്നെ മനുഷ്യർ പോകുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം ജലപാനം നടത്താതെയാണ് വീട്ടിൽ നിന്ന് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് നമുക്ക് ആ തീർത്ഥമാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടത്, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ പ്രത്യേകിച്ച് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറയാം. പക്ഷേ ഈ VIP ക്യൂ, ആരാധനാലയങ്ങളിലുള്ള VIP ക്യൂ ഒഴിവാക്കേണ്ടതാണ്. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് പവിത്രമായിട്ടുള്ള ഒരു സ്ഥലം, ഒരുപാട് പേർ ആശ്രയിക്കുന്ന ഒരു ദേവിയമ്മ. അപ്പോൾ അവിടെ മുതലെടുപ്പിൻ്റെ ഭക്തി, അല്ലെങ്കിൽ ഭക്തിയുടെ മുതലെടുപ്പ്, ഇതൊന്നും നടത്തുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. അത് ഞാൻ വീണ്ടും ഒരു വർഷത്തിന് ശേഷം ശക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ് ആ പ്രതിഷേധം. ഭരണിപ്പാട്ടിനെ കുറിച്ച്, തെറിപ്പാട്ടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ VIP ക്യൂകൾ ആവശ്യമാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പറയണേ.